Welcome all. Now we are going to discuss the continuation of the section continuous functions on intervals. Let's start with discussing the theorem, location of roots theorem. Okay, the statement is let I be an interval and f from I to r be continuous on I if a less than b are numbers in I such that f of a less than 0 less than f of b or f of a greater than 0 greater than f of b, then there exists a number c element of open interval ab such that f of c equal to 0. അതായത് ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവലാണ്. എഫ് ഫ്രം ഐ ടു ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ ഐയിലുള്ള രണ്ട് നമ്പേഴ്സാണ് എയും ബിയും വിത്ത് എ ലെസ് ദാൻ ബി എന്നെടുക്കാം. ആൻഡ് വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി ഓർ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി. അതായത് എഫ് ഓഫ് എ നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് ബി പോസിറ്റീവ്, അതല്ലാന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ പോസിറ്റീവ് എഫ് ഓഫ് ബി നെഗറ്റീവ്. അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻസിലാണ് നിൽക്കുന്നത് എങ്കിൽ ദർ എക്സിസ്റ്റ് എ നമ്പർ സി element of open interval ab such that f of c equal to 0. അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻസിൽ നിൽക്കുന്ന രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ എയുടെയും ബിയുടെയും ഇടയിൽ നിന്ന് ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു നമ്പർ സീനെ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് റൂട്ട് എന്നുള്ള ഐഡിയ ഇവിടെയാണ് വരുന്നത്. എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവും ആണെങ്കിൽ അവരുടെ എൻ്റെയും ബിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു റൂട്ട് എഫിൻ്റെ ഒരു റൂട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ ഐ ഒരു ഇൻ്റർവൽ ആണെന്നും എഫ് ഫ്രം ഐ ടു ആർ കണ്ടിന്യൂസ് ആണെന്നും സപ്പോസ് ചെയ്യുന്നു. ആൻഡ് എയും ബിയും ക്യാപിറ്റൽ ഐയിലെ രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു വിത്ത് എ ലെസ് ദാൻ ബി ആൻഡ് എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി. ഓക്കെ, ക്ലോസ് ഇൻ്റർവൽ എ ബിക്ക് നമ്മൾ I1 എന്നുള്ള നെയിം കൊടുക്കുകയാണ്. ആൻഡ് അവരുടെ മിഡ് പോയിൻ്റ്, ആ ഒരു ഇൻ്റർവെലിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ P1 എന്ന് പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് P1 ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ് എഫ് ഓഫ് P1. എഫ് ഓഫ് P1 0 ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടോ, ഒരു സീനെ കണ്ടുപിടിക്കണം എയുടെയും ബിയുടെ ഇടയിൽ നിന്ന് സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ P1ൻ്റെ വാല്യൂ എഫ് ഓഫ് P1 0 ആയിട്ട് കിട്ടിയാൽ വി ക്യാൻ ടേക്ക് സി ഈസ് ഈക്വൽ ടു P1 and the proof is complete. ഓക്കെ, ഇനി അതല്ല എഫ് ഓഫ് P1 ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എ നെഗറ്റീവ് ആണ്, എഫ് ഓഫ് ബി പോസിറ്റീവ് ആണ്. അപ്പോൾ എഫ് ഓഫ് P1 പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ A2 ആയിട്ട് എനെ എടുക്കുക, B2 ആയിട്ട് P1 എടുക്കാം. അപ്പോൾ നമുക്ക് I2 എന്ന് പറയുന്നൊരു പുതിയ ഇൻ്റർവെൽ വരും, A2 B2. ഓക്കെ, ആ I2ൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആയിട്ടുള്ള A2ഉം B2ഉം ഇതേ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തിട്ട് നിൽക്കണം. അതായത് എഫ് ഓഫ് A2 നെഗറ്റീവും എഫ് ഓഫ് B2 പോസിറ്റീവും. ഓക്കെ, ഇനി അതല്ല എഫ് ഓഫ് P1 നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ A2 B2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ A2 ആയിട്ട് P1നെ എടുക്കുക, B2 ആയിട്ട് Bനെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഗെയിൻ എഫ് ഓഫ് A2 എന്ന് പറയുന്നത് നെഗറ്റീവും എഫ് ഓഫ് B2 എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻസിലാണെന്ന് നമുക്കറിയാം. നമ്മളതിനെ ബൈസെക്ഷൻ ചെയ്തു, അതായത് മിഡ് പോയിൻ്റ് വെച്ച് നമ്മൾ ബൈസെക്ഷൻ ചെയ്തു. എന്നിട്ട് ആ മിഡ് പോയിൻറ്റിൻ്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് അടുത്തൊരു ഇൻ്റർവെല്ല് I2നെ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബൈസെക്ഷൻ ചെയ്തപ്പോൾ രണ്ട് ഇൻ്റർവെൽസ് ആയി, അതിൽ ഒരെണ്ണം നമ്മൾ I2 ആയിട്ട് ചൂസ് ചെയ്യും. എങ്ങനെയാണ് ചൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ആ I2ൻ്റെ എൻഡ് പോയിൻറ്റ്സിലുള്ള രണ്ട് പേരും ഓപ്പോസിറ്റ് സൈൻസിലായിരിക്കണം. അത്രയാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് I2 എന്ന് പറയുന്നത് ക്ലിയർലി B2 മൈനസ് A2 ദാറ്റ് ഈസ് B മൈനസ് A ബൈ 2 ആണ്. കാരണം ആദ്യത്തെ ഇൻ്റർവെലിൻ്റെ നേർപകുതിയാണ് I2ൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് അല്ലേ. I2 ആയിട്ട് വരുന്നതും ആ രണ്ട് ഇൻ്റർവെൽസിൽ ഒരെണ്ണമാണ്. അപ്പോൾ I2ൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് I1ൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയാണ്. ദാറ്റ് ഈസ് B മൈനസ് A ബൈ 2 ആണ്. പിന്നെ I1 സൂപ്പർ സെറ്റ് ഓഫ് I2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇനി I2നെ വീണ്ടും ബൈസെക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് P2 എന്ന് പറയുന്നൊരു പോയിൻറ്റിനെ കിട്ടും. ആ പോയിൻറ്റിനെ നോക്കിയിട്ട് ആ കിട്ടുന്ന രണ്ട് ഇൻ്റർവെൽസിൽ ഏതെങ്കിലും ഒരെണ്ണം I3 ആയിട്ട് സെലക്ട് ചെയ്യുക. ഇൻ സച്ച് എ വേ ദാറ്റ് I3യുടെ രണ്ട് എൻഡ് പോയിൻറ്റ്സിൻ്റെയും ഇമേജിൻ്റെ വാല്യൂസ് ഓപ്പോസിറ്റ് സൈൻസിൽ നിൽക്കണം. അതായത് എഫ് ഓഫ് I3 എന്ന് പറയുന്നത് A3 B3 ആണെങ്കിൽ, ക്ലോസ് ഇൻ്റർവെൽ A3 B3 ആണെങ്കിൽ എഫ് ഓഫ് A3 നെഗറ്റീവും എഫ് ഓഫ് B3 പോസിറ്റീവും ആയിട്ട് നിൽക്കുന്ന രീതിയിൽ I3നെ സെലക്ട് ചെയ്യുക. അപ്പോൾ I3യുടെ ലെങ്ത് എന്ന് പറയുന്നത് B മൈനസ് A ബൈ 2 സ്ക്വയർ ആയിരിക്കും. ആൻഡ് I1 സൂപ്പർ സെറ്റ് ഓഫ് I2 സൂപ്പർ സെറ്റ് ഓഫ് I3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നാണ്.
അപ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, എപ്പോഴാണ് ഈ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ സീനെ കണ്ടുപിടിക്കുമ്പോഴാണ്, അതായത് എഫ് ഓഫ് സി 0 ആകുന്ന സീനെ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എഫ് ഓഫ് പി എൻ ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ സി ഈക്വൽ ടു പി എൻ ആയിട്ട് നമ്മൾ എടുത്തിട്ട് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യും. അല്ല, ഇനി ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. I1 സൂപ്പർ സെറ്റ് ഓഫ് I2 സൂപ്പർ സെറ്റ് ഓഫ് I3 എക്സെട്ര വേർ IN is equal to closed interval AN BN such that f of AN നെഗറ്റീവും f of BN പോസിറ്റീവുമാണ് for every n element of n. ആൻഡ് ലെങ്ത് ഓഫ് IN എന്ന് പറയുന്നത് BN മൈനസ് AN, ദാറ്റ് ഈസ് B മൈനസ് A ബൈ 2 raised to n minus 1 ആണ്. ക്ലിയർലി ദാറ്റ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കണ്ടിന്യൂ ചെയ്ത പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവൽസ് വന്നു സച്ച് ദാറ്റ് അവരുടെ ലെങ്ത് എന്ന് പറയുന്നത് ടെൻഡിങ് ടു 0 ആണ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ 5th സെമ്മിൽ പഠിച്ചിട്ടുള്ള നെസ്റ്റഡ് ഇൻ്റർവൽസ് പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യാണ്. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരവസ്ഥയിൽ ഈ പറഞ്ഞ എല്ലാ INനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഇൻ്റർസെക്ഷനിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി എലമെൻറ്റ് ഓഫ് IN ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n. ആ ഇൻ്റർസെക്ഷനിൽ വരുന്ന പോയിന്റ് യൂണീക്ക് ആയിരിക്കും ഇഫ് ദ ലെങ്ത് ഓഫ് IN ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കൊരു സി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കിട്ടി ഇൻ്റർസെക്ഷനിൽ വരുന്നത്, എല്ലാ INൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്നത്, അതായത് സി എലമെൻറ്റ് ഓഫ് IN ആണ് ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n. ഓക്കെ, സി എലമെൻറ്റ് ഓഫ് IN എന്ന് പറഞ്ഞാൽ IN is equal to ക്ലോസ് ഇൻ്റർവൽ AN BN ആയതുകൊണ്ട് we can write AN less than or equal to C less than or equal to BN for every n element of n. Okay, from this equation we can obtain 0 less than or equal to C minus AN is less than or equal to BN minus AN, and AN minus BN is less than or equal to C minus BN less than or equal to 0 for every n element of n. ആദ്യത്തെ ഇക്വേഷൻ കിട്ടുന്നത് ത്രൂ ഔട്ട് AN മൈനസ് ചെയ്യുമ്പോഴാണ്, രണ്ടാമത്തത് കിട്ടിയത് ത്രൂ ഔട്ട് BN മൈനസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിലൊന്ന് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് BN മൈനസ് AN ജസ്റ്റ് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BN മൈനസ് AN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BN മൈനസ് C ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇതിൽ നമ്മൾ സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്യുന്നു ആൻഡ് ദെൻ ഇക്വേഷൻ 1ഉം യൂസ് ചെയ്യുന്നു. നമുക്ക് മനസ്സിലാവുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C മൈനസ് AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN മൈനസ് AN. ഇതിൽ സ്ക്യൂസ് തിയറം കൊടുക്കുന്ന സമയത്ത് ലെഫ്റ്റിലുള്ള 0 കൺവെർജസ് ടു 0, റൈറ്റിലുള്ള BN മൈനസ് AN കൺവെർജസ് ടു 0 എന്ന് നമ്മൾ കണ്ടു ഇക്വേഷൻ 1ൽ. സോ സെൻറ്ററിലിരിക്കുന്ന C മൈനസ് AN കൺവെർജസ് ടു 0 ആയിരിക്കും ബൈ സ്ക്യൂസ് തിയറം. അഗെയിൻ രണ്ടാമത്തെ ഇക്വേഷൻ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് BN മൈനസ് Cയും 0 ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് AN is equal to C and limit BN is equal to C. That is sequence AN converges to C and sequence BN converges to C. We know the function f is continuous, and so by sequential criteria we can write sequence f of AN converges to f of C and sequence f of BN converges to f of C. Okay, that is limit of sequence f of AN is equal to f of C is equal to limit of f of BN. But we know that f of AN is negative for every n element of n, and so limit f of AN should be less than or equal to 0. That is f of C is less than or equal to 0. And also we know f of BN is greater than 0 for every n element of n. This means that the limit of f of BN should be greater than or equal to 0. That is f of C is greater than or equal to 0. From this too we can write f of C is clearly equal to 0. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കൊരു പോയിന്റ് ആ ഇൻ്റർസെക്ഷനിൽ വന്നിട്ടുള്ള ആ പോയിന്റ് തന്നെയാണ് നമ്മൾ അന്വേഷിച്ച് നടന്ന എഫിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് C എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ AB സച്ച് ദാറ്റ് എഫ് ഓഫ് C is equal to 0. So this is the proof of the theorem location of roots theorem. Okay, now we are going to discuss the theorem Bolzano's intermediate value theorem. Okay, the statement is let I be an interval and let f from I to R be continuous on I if A comma B element of I and if K is an element of R satisfies the condition f of A less than K less than f of B, then there exists a point C between A and B such that f of C is equal to K. ഓക്കെ, അതായത് ബോൾസാനോസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് I to R ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും I ഒരു ഇൻ്റർവെല്ലുമാണ്. A B എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു, satisfying the condition f of A less than K less than f of B for some K element of R.
അതായത് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലുള്ള ഒരു റിയൽ നമ്പറാണ് കെ എങ്കിൽ എയുടെയും ബിയുടെയും ഇടയിൽ നിന്ന് നിങ്ങൾക്കൊരു പോയിന്റ് സിനെ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു കെ. ഓക്കെ, ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കെ എങ്കിൽ ആ കെ ഈക്വൽ ടു എഫ് ഓഫ് സി ആകുന്ന ഒരു സീനെ നിങ്ങൾക്ക് എയുടെയും ബിയുടെയും ഇടയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളതാണ്. അത് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് ആയിക്കൊള്ളുന്നില്ല കേട്ടോ, ചിലപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ ബി എന്നും ആകാം. കാരണം എ ബി എലമെൻറ്റ് ഓഫ് ഐ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എ ലെസ് ദാൻ ബി എന്നോ ബി ലെസ് ദാൻ എ എന്നോ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എയുടെയും ബിയുടെയും ഇടയിൽ നിന്നാണ് ഇവിടെ തിയറം പറയുന്നത്. ഓക്കെ, സോ വി വിൽ സീ ദ പ്രൂഫ്. നമ്മൾ സപ്പോസ് ചെയ്യുന്നു എഫ് ഫ്രം ഐ ടു ആർ കണ്ടിന്യൂസ് ആണെന്നും എ ബി എലമെൻറ്റ് ഓഫ് ഐ ആൻഡ് കെ എലമെൻറ്റ് ഓഫ് ആർ സാറ്റിസ്ഫൈസ് എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി. അതായത് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർലി എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും നോട്ട് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂസ് നോട്ട് ഈക്വൽ ആണെങ്കിൽ ക്ലിയർലി എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് കേസ് വരും, ഒന്നുകിൽ എ ലെസ് ദാൻ ബി ആയിരിക്കും അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. അപ്പോൾ രണ്ട് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ലെറ്റ് എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി ആണെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്, എഫ് ഓഫ് എക്സ് മൈനസ് കെ ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ഐ. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജി ഓഫ് എ ചെക്ക് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ മൈനസ് കെ ആയിട്ട് വരും. നമുക്കറിയാം എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണ്. അപ്പോൾ അവിടെ എഫ് ഓഫ് എ മൈനസ് കെ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുപോലെ ജി ഓഫ് ബി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും. ക്ലിയർലി എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ജിയും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് തിയറം കൊടുക്കാം? നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ജി എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് ഓൺ ആൻ ഇൻ്റർവൽ ഐ സച്ച് ദാറ്റ് ജി ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ ജി ഓഫ് ബി. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് ജി ഓഫ് സി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ബൈ ദ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. ഇനി ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് സി മൈനസ് കെ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മീൻസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ ഫോർ സം സി എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓക്കെ, അപ്പോൾ എ ലെസ് ദാൻ ബി ആകുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിൽ നിന്നും എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആകുന്ന ഒരു സീനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമ്മൾ അടുത്ത കേസ് നോക്കുകയാണ് ബി ലെസ് ദാൻ എ. ബി ലെസ് ദാൻ എ ആവുന്ന സമയത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ നേരത്തെ ഡിഫൈൻ ചെയ്തതിൻ്റെ ജസ്റ്റ് നെഗറ്റീവാണ്. അതായത് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് ഐ. എന്നിട്ട് നമ്മൾ എച്ച് ഓഫ് ബിയും എച്ച് ഓഫ് എയും ചെക്ക് ചെയ്യും. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ക്ലിയർലി എച്ച് ഈസ് കണ്ടിന്യൂസ് ഇൻ ദിസ് കേസ് ഓൾസോ. So by again the location of roots theorem we can say that there exists a point C element of open interval B A such that h of C is equal to 0. But h of C is equal to k minus f of C, and that is equal to 0 means f of C is equal to k for some C element of closed interval open interval B A. അതായത് ഈ കേസ് ബി ലെസ് ദാൻ എ ആണ്. ബി ലെസ് ദാൻ എ ആവുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ ബി എയുടെ ഉള്ളിൽ നിന്നാണ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആകുന്ന സീനെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ എ ലെസ് ദാൻ ബിയോ ബി ലെസ് ദാൻ എയോ ആയിക്കോട്ടെ, രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ പറയാം? എ ബി എലമെൻറ്റ് ഓഫ് ഐ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി ബിറ്റ്വീൻ എ ആൻഡ് ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ. Okay, so this is the Bolzano's intermediate value theorem. Next we have a corollary. Let capital I is equal to closed interval AB and f from I to R be continuous on I if k element of R is any number satisfying infimum f of I is less than or equal to k is less than or equal to supremum f of I. Then there exists a point C element of I such that f of C is equal to k. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ തിയറത്തിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും അവരുടെ രണ്ടുപേരുടെ ഇടയിലായിരുന്നു കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ തിയറം നമ്മൾ ഇൻഫീമം ഓഫ് എഫ് ഓഫ് ഐക്കും സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐക്കും റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ കൊറോളറി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് നമ്മൾ ഐ ഈക്വൽ ടു ക്ലോസ് ലെവൽ എ ബി ആണെന്നും എഫ് ഫ്രം ഐ ടു ആർ കണ്ടിന്യൂസ് ഓൺ ഐ ആണെന്നും സപ്പോസ് ചെയ്യുന്നു. ആൻഡ് ഇൻഫീമം എഫ് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം എഫ് ഓഫ് ഐ ആണ്. ഓക്കെ, let it be equation number 1. ഇനി നമുക്ക് ബൈ മാക്സിമം മിനിമം തിയറം ഐ ഒരു ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവെല്ലും എഫ് കണ്ടിന്യൂസ് ഓൺ ഐയും ആയതുകൊണ്ട് ബൈ മാക്സിമം മിനിമം തിയറം നമുക്ക് എന്താ പറയാം? എഫിന് അബ്സലൂട്ട് മിനിമം അബ്സലൂട്ട് മാക്സിമം ഐയിൽ ഉണ്ട് എന്ന് പറയാം. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് പോയിൻറ്റ്സ് ആൽഫ ആൻഡ് ബീറ്റ എലമെൻറ്റ് ഓഫ് ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു ഇൻഫിമം എഫ് ഓഫ് ഐ ആൻഡ് എഫ് ഓഫ് ബീറ്റ ഈക്വൽ ടു സുപ്രീമം എഫ് ഓഫ് ഐ. അത് ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെൽ ആയതുകൊണ്ട് നമുക്ക് മൊണോട്ടോൺ മാക്സിമം മിനിമം തിയറം വെച്ചിട്ട് പറയാൻ പറ്റുന്നതാണ്.
ഓക്കെ, ഇനി എഫ് ഓഫ് ആൽഫ ഇൻഫിമവും എഫ് ഓഫ് ബീറ്റ സുപ്രീമും ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഏതൊരു കെ, നമ്മൾ ഓൾറെഡി ഒരു കെ എടുത്തിട്ടുണ്ട് ഇൻഫിമത്തിൻ്റെ സുപ്രീമത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ ബോൾസാനോസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വഴി എഫ് ഓഫ് ആൽഫയുടെയും എഫ് ഓഫ് ബീറ്റയുടെയും ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആയിട്ടുള്ള കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സി എവിടെ നിന്ന് കിട്ടും, നമുക്ക് ക്ലോസ് ഡബിളായി നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ. So this is the corollary. Next we have a theorem. The statement is, let I be a closed bounded interval and let f from I to R be continuous on I, then the set f of I is a closed bounded interval. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം ഐ ടു ആർ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കൂ. ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണെങ്കിൽ എഫ് ഓഫ് ഐ എന്ന് പറയുന്നതും ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൻ്റെ കണ്ടിന്യൂസ് ഇമേജ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആയിരിക്കും എന്നുള്ളതാണ് തിയറം. We will see the proof. Suppose capital I is a closed bounded interval and f from I to R be continuous on I. അപ്പോൾ നമുക്കറിയാം അതിന് ഇൻഫീമും സുപ്രീമും എക്സിസ്റ്റ് ചെയ്യും ബൈ മാക്സിമം മിനിമം തിയറം. ലെറ്റ് എം ഈസ് ഈക്വൽ ടു ഇൻഫീമം എഫ് ഓഫ് ഐ ആൻഡ് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സുപ്രീമം എഫ് ഓഫ് ഐ. Okay, then we can say clearly f of I is a subset of closed interval small m capital M. അതായത് ഇൻഫിമത്തിൻ്റെ സുപ്രീമത്തിൻ്റെ ഇടയിലായിരിക്കുമല്ലോ എല്ലാ ഫംഗ്ഷൻ വാല്യൂസും വരുന്നത്. അപ്പോൾ എഫ് ഓഫ് ഐ ഈസ് ക്ലിയർലി എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എം എം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെറ്റ് ഇൻക്ലൂഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എം എം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അഗെയിൻ നമ്മുടെ മാക്സിമം മിനിമം തിയറം വഴി നമുക്ക് പറയാം ഐ ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെല്ലും എഫ് കണ്ടിന്യൂസ് ഓൺ ഐയും ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ആൽഫ ആൻഡ് ബീറ്റ എലമെൻറ്റ് ഓഫ് ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ആൻഡ് എഫ് ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ എം. ഓക്കെ, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും ഓൾറെഡി എവിടെ തന്നെയുണ്ട്, എഫ് ഓഫ് ഐയിലുണ്ട്. കാരണം എഫ് ഓഫ് ആൽഫ ആയിട്ടാണ് ക്യാപിറ്റൽ എം എഴുതിയേക്കുന്നത്, എഫ് ഓഫ് ബീറ്റ ആയിട്ടാണ് സ്മോൾ എമ്മിന് എഴുതിയേക്കുന്നത്. അപ്പം ഒരു എഫ് ഓഫ് എഴുതിയത് കൊണ്ട് ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും എഫ് ഓഫ് ഐയിലുണ്ടെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി ഇവരുടെ ഇടയിലുള്ള ആൾക്കാരെല്ലാം എഫ് ഓഫ് ഐയിലുണ്ടെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫോർ എനി കെ വിത്ത് എം ലെസ് ദാൻ കെ ലെസ് ദാൻ ക്യാപിറ്റൽ എം നമുക്ക് അവരും എവിടെ ഉണ്ടെന്ന് പറയണം, എഫ് ഓഫ് ഐയിലുണ്ടെന്ന് പറയണം. ഓക്കെ, ദെൻ ബൈ ബോൾസാനോസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഇൻഫിമത്തിൻ്റെയും സുപ്രീമത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഏതൊരു കേക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു സീനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. There exists, we can say that there exists a point C in I such that f of C is equal to K. Okay, അപ്പോൾ f of C is equal to K എന്ന് പറഞ്ഞാൽ കെയുടെ ഫോം f of C എന്നുള്ള ഫോം ആയതുകൊണ്ട് K is an element of f of I എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്മോൾ എമ്മിൻ്റെയും ക്യാപിറ്റൽ എമ്മിൻ്റെ ഇടയിലുള്ള ഏതൊരു കെയും ഇപ്പോൾ എവിടെ കയറുന്നുണ്ട്, എഫ് ഓഫ് ഐയിൽ കയറുന്നുണ്ട്. ഓൾറെഡി സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എഫ് ഓഫ് ഐയിൽ കയറി, അവരുടെ ഇടയിലുള്ള എല്ലാ ആൾക്കാരും എഫ് ഓഫ് ഐയിൽ കയറി. Okay, this means that closed interval m capital M is a subset of f of I എന്ന് നമുക്ക് കിട്ടി. Let it be equation number 2. From 1 and 2 we can write f of I is equal to closed interval mm, which is clearly a closed bounded interval. So ഈ ഒരു closed bounded interval ആണെങ്കിൽ എഫ് കണ്ടിന്യൂസും ആണെങ്കിൽ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് അഗെയിൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, next we have one more theorem. The name is preservation of intervals theorem. The statement is, let I be an interval and let f from I to R be continuous on I, then the set f of I is an interval. Okay, അതായത് I ഒരു ഇൻ്റർവെല്ലും എഫ് കണ്ടിന്യൂസും ഓൺ ഐയിൽ ആണെങ്കിൽ എഫ് ഓഫ് ഐയും ഒരു ഇൻ്റർവെൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ട തിയറം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസിനുള്ള തിയറായിരുന്നു. അതായത് ഇൻ്റർവെലിൻ്റെ സ്ഥാനത്ത് അവിടെ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണ് പറഞ്ഞത്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെലിൻ്റെ കണ്ടിന്യൂസ് ഇമേജ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇത് പറയുന്നത് പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ് തിയറം എന്നാണ്. ക്ലോസ്ഡ് ബൗണ്ടഡ് ആവണമെന്ന് നിർബന്ധമില്ല, ഒരു ഇൻ്റർവെൽ ആയാൽ മതി. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഇൻ്റർവെൽ ആയിരിക്കും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് ഇൻ്റർവെൽസ്. ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇമേജ് അണ്ടർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഗെയിൻ ഒരു ഇൻ്റർവെൽ തന്നെയായിരിക്കും. ചിലപ്പോൾ
അത് സെയിം ടൈപ്പ് ഓഫ് ഇൻ്റർവെൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഇമേജ് ചിലപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻ്റർവെല്ലിൻ്റെ ഇമേജ് അഗെയിൻ ഒരു ഇൻ്റർവെൽ ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫോം അതേ ഫോം തന്നെ വേണമെന്ന് ഇവിടെ നമുക്ക് നിർബന്ധമില്ല. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് എക്സാമ്പിൾസ് വെച്ച് ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, സോ നൗ വി വിൽ സീ ദ പ്രൂഫ് ഓഫ് ദിസ് തിയറം. സപ്പോസ് ക്യാപിറ്റൽ I is an interval and f from I to R is continuous on I. We have to prove that f of I is an interval. Okay, so we have to use the characterization of intervals theorem that we have studied in semester 5. എന്തായിരുന്നു അത്? ഏതൊരു രണ്ട് എലമെൻറ്റ്സ് എഫ് ഓഫ് നമുക്ക് ആരാണോ ഇൻ്റർവെൽ ആണെന്ന് പറയേണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സിനെ ചൂസ് ചെയ്യുക ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വിത്ത് എക്സ് ലെസ് ദാൻ വൈ. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ഇൻ്റർവെൽ എക്സ് വൈ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഐ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് ഐ ഇസ് ആൻ ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് ഐ ഇൻ്റർവെല്ലാന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ഐയുടെ ഉള്ളിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സ് എക്സും വൈയും എടുക്കുന്നു വിത്ത് എക്സ് ലെസ് ദാൻ വൈ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ക്ലോസ് ഇൻ്റർവെൽ എക്സ് വൈ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ഐ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഓഫ് ഐ ഒരു ഇൻ്റർവെൽ ആണെന്നാണ്. ഓക്കെ, ബൈ ദ ക്യാരക്ടറൈസേഷൻ തിയറം ഓഫ് ഇൻ്റർവെൽസ്. അപ്പോൾ നമ്മൾ എക്സും വൈയും എഫ് ഓഫ് ഐ എന്ന് എടുത്തു വിത്ത് എക്സ് ലെസ് ദാൻ വൈ. എക്സും വൈയും എഫ് ഓഫ് ഐയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദർ എക്സസ് എ ആൻഡ് ബി എലിമെൻറ്റ് ഓഫ് ഐ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആൻഡ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ബി. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് പറയേണ്ടത് ക്ലോസ് ഇൻ്റർവെൽ എക്സ് വൈ ഫുള്ളായിട്ട് എവിടെ ഉണ്ടെന്നാണ് പറയേണ്ടത്? എഫ് ഓഫ് ഐയിലുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഓൾറെഡി എക്സും വൈയും എഫ് ഓഫ് ഐയിലുണ്ടെന്ന് നമ്മൾ കണ്ടു, നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അവരുടെ ഇടയിലുള്ള ആൾക്കാരൊക്കെ എഫ് ഓഫ് ഐയിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കെ എടുക്കുന്നു. ലെറ്റ് കെ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൈ, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ കെ ലെസ് ദാൻ വൈ, ദാറ്റ് ഈസ് എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ബൈ ഇക്വേഷൻ 1. So by Bolzano's intermediate value theorem, we can say that there exists a C element of I such that f of C is equal to K. This means that K is an element of f of I. Okay, അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൈയുടെ ഉള്ളിലുള്ള എല്ലാ കേകളും എവിടെ കയറുന്നുണ്ട്? എഫ് ഓഫ് ഐയിൽ കയറുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓപ്പൺ ഇൻ്റർവെൽ എക്സ് വൈ is a subset of f of I. Okay, this means that closed interval xy is clearly a subset of f of I because since x and y are already elements of f of I. So closed interval xy is a subset of f of I for any x and y element of f of I with x less than y means f of I is clearly an interval by the characterization theorem of intervals. So the image of an interval under a continuous function is again an interval. Okay, now we will see an example. Consider the function f of x is equal to 1 by 1 plus x square for x element of R. Clearly the function f is continuous on R. Okay, let I1 is equal to open interval minus 1 1. Then if we check the image of this I1 under the function f, we can see that it is clearly a semi-open interval 1 by 2 1, that is open closed 1 by 2 1. So here I1 is an open interval but the image is a semi-open interval. Whatever it is, they are intervals. And if we let I2 is equal to semi-open interval again, closed open interval 0 infinity, and if we check the images we can see that f of I2 is a semi-open interval 0 1, which is of another type, that is open closed semi-open interval 0 1. Okay, so here also I2 and f of I2 are not of the same form, and I1 and f of I1 are not of the same form. So from this theorem നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇമേജ് അണ്ടർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഗെയിൻ ഒരു ഇൻ്റർവെൽ ആയിരിക്കും, സെയിം ഫോം ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ നേരത്തെ കണ്ട തിയറത്തിൽ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഇമേജ് അണ്ടർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഗെയിൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്ഷൻ. താങ്ക് യു.